നല്ല കൂട്ടുകറിയും കൂട്ടി ഇങ്ങനെ ചോറ് കഴിക്കാൻ ഒരു പ്രത്യേക അരങ്ങനല്ല അല്ലേ. നമുക്ക് ഈ സദ്യേൻ്റെ കൂടെയെല്ലാം നിർബന്ധമുള്ളൊരു ഐറ്റമാണ് കൂട്ടുകറി. നല്ല കൂട്ടുകറി ഇങ്ങനെ തേങ്ങ വറുത്തെല്ലാം ഇട്ടിട്ട് അടിപൊളിയായിരിക്കും. ഹലോ, നമ്മൾ ഓണം സീരീസിൽ അടുത്തായിട്ട് എന്താ പറയുക, നമ്മളെ കൂട്ടുകറി ഉണ്ടാക്കാൻ ഒരുപാട് പണിയുണ്ടല്ലേ. അങ്ങനെ വലിയ പണിയൊന്നുമില്ലെന്ന്, വളരെ സിമ്പിളായിട്ട് നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാം. എങ്ങനെയായിരുന്നു കൂട്ടുകറി ഉണ്ടാക്കുന്ന പോലെ നമുക്ക് വാടോ. എപ്പോഴത്തെയും പോലെ ആദ്യം തന്നെ നിങ്ങൾക്ക് ആ റെഡിയായ കൂട്ടുകറി ഇങ്ങനെ കാണിച്ചിടാം. നമുക്ക് എന്നാലും ഗ്യാസ് സ്റ്റവ് ഓണാക്കുന്നത്, നമ്മളെ പാനൊക്കെ വെക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് ചോദിച്ചിട്ട് ചൂടായാൽ കടുകിട്ട് പൊട്ടിക്കുന്നു 1 ടീസ്പൂണ്. ഇനി അതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് ഉഴുന്ന് പരിപ്പ് 1 ടീസ്പൂൺ. അതുണ്ടെങ്കിലും മതി, നിർബന്ധമൊന്നുമില്ല. അത് വിട്ട് നല്ലോണം പൊട്ടിക്കുന്നു, പടപടാന്ന് പൊട്ടും. ഇനി എന്ത് ചെയ്യുക, കുറച്ച് ജീരകം 1/2 ടീസ്പൂണ്. ഇനി കുറച്ച് കറിവേപ്പില 5-6 അത് വിട്ട് 2 വറ്റൽമുളക് അങ്ങോട്ട് കൊടുക്കാം. നല്ലോണം വഴറ്റിയെടുക്കാം ഇതുപോലെ. ഇനി അതിലേക്ക് ഉണ്ടല്ലോ എന്താ വേണ്ട അടുത്ത ഐറ്റം, ചിരവിയ തേങ്ങ ഇല്ലേ, ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാൻ. അത് ഏകദേശം ഒരു പകുതി തേങ്ങയാണ്, പകുതി തേങ്ങേൻ്റെത് അത് ഇട്ട് കൊടുത്ത് നല്ലോണം വറുത്തെടുക്കരുത്. ഇത് വഴറ്റണം നല്ലോണം. ഇതാ ശ്രദ്ധിക്കണം, ഇപ്പം ചെറിയ തീ മതി കേട്ടോ, ഇളക്കിക്കൊണ്ടൊക്കെ വേണം. അധികം കരിയാൻ പാടില്ല, ഓവർ കരിയാൻ പാടില്ല. ഒരു ബ്രൗൺ കളർ വരണം. അങ്ങനെ നല്ലോണം വറുത്തെടുക്കാം. എന്താ കുറച്ചും കൂടി വറുക്കാൻ്റെ ഒരു ഗോൾഡ് കളർ ആകുമ്പില്ലേ, നമുക്ക് അതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുക. ഏകദേശം ഒരു കയ്യിൽ അങ്ങ് മാറ്റി വെക്കുന്ന ഒരു ജ്യൂസറിലേക്ക് കൊണ്ടുപോയി നേരെ ഇടാം. എന്താ ഇനി അതിലേക്ക് എന്താ വേണ്ടത്, കുറച്ച് വെള്ളം ഒഴിക്കുന്നത്, 1 കപ്പ് വെള്ളമാണ്. അത് ഒഴിച്ച് നല്ലോണം ഗ്രൈൻഡ് ചെയ്ത് വെക്കാം. ഇതാ ഈ പേസ്റ്റ് രൂപത്തിൽ അങ്ങ് ആക്കി വെക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള തേങ്ങ നല്ലോണം വറുത്ത് കൊടുക്കണം. അതിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം വറുക്കുക. ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്യണേ, നല്ലോണം വറുത്ത് കൊടുക്കുക. ഈ കളർ വരുമ്പോൾ നമുക്ക് ഏകദേശം മാറ്റി വെക്കാം. അതിനെ ഫുള്ള് നല്ല ഒരു ഗോൾഡ് കളറ്, കരിയാൻ പാടില്ല, കറുപ്പാൻ പാടില്ല, പിന്നെ ടേസ്റ്റൊക്കെ മാറും. ഇനി നമുക്ക് അടുത്ത പരിപാടി ഇടണം. അതിനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചേന, ഏകദേശം ഒരു മീഡിയം പീസ് ചേന, പച്ചക്കായ്, ഒരു പകുതി പച്ചക്കായാണ്, പിന്നെ കുമ്പളങ്ങം ചെറുതായി മുറിച്ച കുമ്പളങ്ങം ഇട്ട് കൊടുത്ത്, പിന്നെ വേവിച്ച കടലയാണ്, ഒരു 80% വേവിച്ചിട്ടുണ്ട്. ആ കടലയും ഇട്ടെടുത്തിട്ട് കറിവേപ്പില, പിന്നെന്താ വേണ്ടത്, കുറച്ച് ടർമറിക് പൗഡർ, അതുപോലെ ചില്ലി പൗഡർ കുറച്ച്, ഒരു 1/2 ടീസ്പൂണ്. ഇനി അതിലേക്ക് ഉണ്ടല്ലോ ആവശ്യമുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നങ്ങ്. പിന്നെ ഏകദേശം 1 ഗ്ലാസ് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി എന്തെങ്കിലും ഒരു കയ്യിലെടുത്തിട്ട് നല്ലോണം ഇളക്കാൻ. ആ മുളക് പൊടി ഇതൊക്കെ നല്ല പിടിക്കുന്നവരെ വെള്ളത്തിൽ അലിഞ്ഞ് ചേരട്ടെ. നോക്കിയേ, കട്ട പോണേ. അതുപോലെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കുറച്ചൊരു വേവിക്കണം, ഒരു 10 മിനിറ്റോളം വേവിക്കണം കേട്ടോ. ഇങ്ങനെ അടിച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. ഒരു 5-8 മിനിറ്റ് വേവിച്ച് ഒന്നുകൂടെ നോക്കാൻ, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ. വെള്ളം കുറച്ച് വറ്റി വരണം, ഒന്ന് ഇളക്കി കൊടുക്കണ്ടേ. ഇതുപോലെ പതുക്കെ ഇളക്കി കൊടുത്ത് ഒന്ന് വെന്ത് വരട്ടെ കുറച്ചും കൂടി. ചേനക്കയിൽ കുറച്ച് വേവ് കൂടുതലുണ്ട്, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇനി നമ്മൾ അരപ്പുണ്ടല്ലോ, ആ തേങ്ങയും വെള്ളവും, ആ വറുത്തിട്ട് അരച്ച തേങ്ങ അത് ഒഴിച്ച് നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ ശരിക്കും അതിൽ പിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ, വെള്ളം കുറച്ചും കൂടി വറ്റണം. ഇതിൽ കുറച്ച് വെള്ളം പോലെ ഉണ്ട്. ഇനി ഉണ്ടല്ലോ ശർക്കര, ഒരു മീഡിയം സൈസ് ശർക്കര അങ്ങ് ഇട്ട് കൊടുക്കുക. അതതിൽ തന്നെ അങ്ങ് ശരിയായിക്കൊള്ളും, ആ ചൂടിൽ മെൽറ്റായിക്കൊള്ളും. നമ്മൾ ഈ പരുവത്തിലായിട്ട് ഇപ്പം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി, ആ വറവുണ്ടല്ലോ, തേങ്ങ വറവ് ബാക്കി ഗോൾഡ് കളർ, അതങ്ങ് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നത്. നല്ല മണക്ക് വരുന്നുണ്ട്. ഇനി ഉണ്ടല്ലോ നല്ലോണം അത് മിക്സാക്കി കൊടുക്കാൻ. ആ വറവ് നമ്മളെ കൂട്ടുകറീൻ്റെ കൂടെ ആയിട്ട് മിക്സായിട്ട് നല്ല അടിപൊളി മിക്സാക്കുമ്പോൾ നമ്മളെ കൂട്ടുകറി റെഡിയായി ഇവിടെ. പക്ഷേ ഇതിന് എനിക്ക് 2-3 സംഭവങ്ങൾ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പറ്റിയതെന്ന് വെച്ചാൽ ശർക്കര കുറച്ച് കൂടിപ്പോയി. നമ്മൾ ശർക്കര കുറച്ചായിട്ടുണ്ട് കേട്ടോ. അത് ടേസ്റ്റ് നോക്കിയിട്ട് ഭയങ്കര മധുരമായി പോയി. പിന്നെ ഇത് കുറച്ചൊരു വെള്ളപ്പറ്റ് വേണം, അതില്ലാണ്ട് പോയി, ഇതൊരു വറവ് മാതിരിയായിപ്പോയി. അപ്പോൾ ആ മിസ്റ്റേക്ക് വന്ന് നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ആ 2 മിസ്റ്റേക്കുകളൊന്ന് മാറ്റണേ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, വെറുതെ തിന്നല്ലേ.